അപകടത്തിൽ മരിച്ച മത്തായി ഇപ്പൻ്റെ വീടാണിത്. നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീടാണ്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് വിവാഹം കഴിഞ്ഞത്. വർഷങ്ങൾ നീണ്ട ഒരു പ്രണയത്തിന് ശേഷം ഒരു പ്രണയസാഫല്യം. അതിനുശേഷം ഹണിമൂണായി മലേഷ്യയിലേക്ക് പോയി അവരെ തിരിച്ച് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി അതുപോലെ നിഖിലിൻ്റെ അച്ഛനും പെൺകുട്ടിയുടെ അച്ഛനും അടക്കമുള്ള ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ഒരു ആഘോഷം നടന്ന വീട്ടിൽ അതേപോലെ തന്നെ ഒരു വലിയ ദുഃഖം. ഒരേ പള്ളിയിൽ കല്യാണം നടന്നു, ഒരേ പള്ളിയിൽ 4 പേരുടെ ശവസംസ്കാരം. 16 ദിവസമേ ആയുള്ളൂ. മോളും ഫാമിലിയും കൂടി നിന്ന് വന്നതിന് ശേഷം നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. ഇപ്പോൾ അനു ചെറിയൊരു ജീവനുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയായിരുന്നു. പത്തനംതിട്ട രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 3 ബോഡി പിന്നെ പത്തനംതിട്ട കൊണ്ടുപോയിട്ടുണ്ട്. അടക്കം കാര്യങ്ങളുമൊക്കെ എന്നാണെന്നുള്ള അറിയത്തില്ല. മക്കളൊക്കെ വേറെ വരാനുണ്ട്, ബന്ധുക്കളൊക്കെ വരാനുണ്ട്. എന്തായാലും ഭയങ്കര സംഭവമായിപ്പോയി. മോള് കുവൈറ്റിൽ നിന്ന് വരാനുണ്ട്. മോളും കുടുംബം പോയിട്ട് ഇപ്പം 2-3 ദിവസം ആയേ ഉള്ളൂ. മോൻ്റെ കല്യാണം 30-ാം തീയതി ആയിരുന്നു, നവംബർ 30-ന് കല്യാണം കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയതേ ഉള്ളൂ. നിഖിലിൻ്റെ സഹോദരി അവർ വന്നതിന് ശേഷമേ ഉള്ളൂ. അവർ ഇന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അയൽവാസികളുമായിട്ടും ഇടവകയും നാട്ടുകാരുമായിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളെല്ലാവരും കല്യാണത്തിനൊക്കെ പോയവരാ, അയലൊക്കത്തുള്ളവരാണ്. ആകെപ്പാടെ വിഷമമുണ്ട് എല്ലാവർക്കും. എന്ത് ചെയ്യാനാ? നമ്മളിപ്പം വിഷമിക്കുമല്ല, നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? കുറച്ച് ദിവസം മുമ്പാണ് കല്യാണം കഴിഞ്ഞല്ലേ? 15 ദിവസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഈ കുടുംബമായിട്ട് അടുത്തറിയാവുന്ന ആളായിരുന്നു. പിന്നല്ലേ, ഞങ്ങളെല്ലാം അയലോക്കമല്ലേ. അയലോക്കത്തുകാർക്കെല്ലാം പിന്നെ അടുത്തറിയാത്തന്നോ നല്ല മനുഷ്യരാ എന്ന് പറഞ്ഞുകൊണ്ടായോ. അല്ലാത്ത ദുഃഖമാണല്ലേ? നല്ല വിഷമമുണ്ട്. കല്യാണത്തിനും പോയി നല്ല രീതിയിൽ അയലോക്കത്തുകാരും എല്ലാവരും സഹകരിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ വിഷമമില്ലേ. 15 ദിവസം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് കൂടുതൽ സന്തോഷം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നതാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്.